ഒന്നാം തീയതി തന്നെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുമെന്ന് ഉറപ്പു നൽകി ധനവകുപ്പ്. ക്ഷേമ പെൻഷൻ കൊടുക്കാനുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ആർക്കും ആശങ്ക വേണ്ടെന്നും ധനമന്ത്രി പറഞ്ഞു. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ടും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ തുക ഈ വർഷം ട്രഷറി വഴി നൽകിയിട്ടുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി. സാമ്പത്തിക വർഷത്തിലെ അവസാന ദിനത്തിൽ തിരുവനന്തപുരത്തെ ട്രഷറി സന്ദർശിച്ചായിരുന്നു ധനമന്ത്രിയുടെ പ്രതികരണം. അത്രയും നമ്മൾ കൊടുക്കുന്നുണ്ടെന്നാൽ കേന്ദ്രം തന്നുകൊണ്ടിരുന്നത് വെട്ടിക്കുറച്ച് കൊണ്ടുപോകണം. ഇതാണ് സ്ഥിതി. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് ആണ്. അത് കൃത്യമായി ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ശമ്പളം മുടങ്ങുമെന്ന വാർത്ത വന്നപ്പോൾ പ്രതിപക്ഷം ആഘോഷിച്ചു. അങ്ങനെയാണ് ട്രഷറിയിൽ പൂച്ച പെറ്റി കിടക്കുന്നുവെന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. ക്ഷേമ പെൻഷൻ കൊടുക്കാനുള്ള ക്രമീകരണങ്ങളും നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ആകെ ചെലവ് ട്രഷറി വഴി കൊടുത്തത് 22,000 കോടിയാണെന്നും ഇത്തവണ 25,000 കോടിക്ക് മുകളിലായിരിക്കും ഈ വർഷത്തെ ആകെ ചെലവെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഒന്നാം തീയതി ശമ്പളം കൊടുക്കുമെന്നും പെൻഷൻ കൊടുക്കുമെന്നുള്ളതിനൊന്നും ഒരു സംശയം വേണ്ട. ഇന്നൊരു ടെലിവിഷൻ ചാനലിൽ കണ്ടു ശമ്പളവും പെൻഷനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഏതായാലും അങ്ങനത്തെ ഒരു ആശങ്ക വേണ്ട. അപ്പോൾ ഓരോ മേഖലയിലും അങ്ങനെ കൊടുക്കാനുള്ള പണം എല്ലാം പോയിട്ട് തന്നെയാണ്. നമുക്ക് ഈ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. പക്ഷെ കൂടുതൽ നന്നായിട്ട് വരേണ്ടതുണ്ട്. അതേസമയം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്ന നിലപാടുകൾ ഏറെ ഉണ്ടായെന്നും ബാലഗോപാൽ അഭിപ്രായപ്പെട്ടു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.